അപ്പം നമ്മളെ പോലല്ല കർത്താവ്. ഇപ്പം ഈ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാൻ നിങ്ങളെ അടിച്ചു, ഞാൻ കോപിച്ചു, മുഖം മറച്ചു. പക്ഷേ സ്തോത്രം എന്നും അങ്ങനെ അല്ല. അടുത്ത കേട്ടോ. എന്നാറേ അവർ തിരിഞ്ഞ് തങ്ങൾക്ക് തോന്നിയ വഴിയിൽ നടന്നു. ഇതൊക്കെ ചെയ്തപ്പോൾ അവർ തിരിഞ്ഞിട്ട് എന്തോ വഴിയെ പോയി, തോന്നിയ വഴിയെ പോയി. എന്തോ തോന്നിയ വഴി. അടുത്തിരിക്കുന്ന ആൾ ചോദിച്ചാൽ തോന്നിയ വഴിയാണെന്നാ പോകുന്നത്, ദൈവത്തിൻ്റെ വഴിയാണെന്നാ പോകുന്നതെന്ന് ചോദിച്ചേ. തോന്നിയ വഴിയാണോ? ഇങ്ങോട്ട് സഹകരിച്ചേ. അവർ ദൈവം കോപിച്ചപ്പം ചിലക്ക് പറഞ്ഞില്ല, ഈ ആഴ്ചയുടെ പ്രാർത്ഥനയ്ക്ക് വരും, എനിക്ക് മറുപടി തന്നില്ലെങ്കിൽ മേലാൽ പിന്നെ തോന്നിയ വഴിയെ പോവാം. അങ്ങനെ അരുത്. മറുപടി ലേറ്റ് ആകുമ്പം പാസ്റ്റർ പറഞ്ഞ പോലെ സഹിഷ്ണുതയുള്ളവരാകണം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം പ്രവർത്തിക്കും. ഇനി ഞാൻ ഇച്ചിരി ഗഹനമായിട്ട് ഈ വചനം ഒന്ന് കൊണ്ടുവരട്ടെ. എന്നിട്ട് വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു. എന്നിട്ട് ദൈവം പറയാം, ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി. അടുത്ത ദൂത് പറയുക, ഞാൻ അവരുടെ വഴി കണ്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി. ഇനിയും ഞാൻ അവരെ ഒന്ന് നടത്താൻ പോവാ. ശ്രദ്ധിച്ചു കേൾക്കണം. ഇതുവരെ ഞാൻ മുഖം മറച്ചു, ഞാൻ അവരെ അടിച്ചു, ഞാൻ അവരോട് കോപിച്ചു, അവർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കേട്ടില്ല. പക്ഷേ ഞാൻ ഇന്നു മുതൽ അവരെ ഒന്ന് നടത്താൻ പോവാ. ഒരാമയും വരുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയാം. ദൈവത്തിനൊരാഗ്രഹം നിന്നെ ഇപ്പം നടത്തുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി ഒന്ന് നടത്തണമെന്ന്. ഞാൻ ദൈവത്തിൻ്റെ നിർണയമാണ് നിന്നോട് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഒന്നുകൂടെ നിങ്ങളെന്നെ ശ്രദ്ധിച്ചേ. ഇനിയും ഞാൻ നിന്നെ നടത്തും. അടുത്ത് നെഞ്ചത്തൊന്ന് കൈവച്ചോടെ, ദൈവം എന്നെ നടത്തുമെന്ന് പറ. ശരി, അടുത്തിരിക്കുന്ന ആളെ നോക്കുക, ദൈവം നിന്നെ നടത്തുമെന്ന് പറ. വിശ്വാസത്തോടെ ദൈവം നിന്നെ നടത്തും. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു സന്ദേശം പറയുന്നു. നീ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ചില മേഖലയിലൂടെ നിന്നെ കൊണ്ടുപോകാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നീ പോലും ഒരു സ്വപ്നലോകത്താകത്തക്കവണ്ണം, നിന്റെ മിനിസ്ട്രി മറ്റൊരു തരത്തിലാകത്തക്കവണ്ണം ഞാൻ നിന്നെ യേശുവിൻ്റെ നാമത്തിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം എന്നെ നടത്തും. ഒരു ഹല്ലേലൂയ. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, കാണാതെ അറിയാവുന്ന വാക്യമാണ്. 143 സങ്കീർത്തനം 10 വാക്യമാണ്. നിന്റെ നല്ല ആത്മാവ് നേർനിലത്തിലൂടെ എന്നെ നടത്തുമാറാകട്ടെ. നിന്റെ നല്ല ആത്മാവ്. ഞാനിവിടെ ഇരിക്കുന്ന ഈ മെസ്സേജ് തുടങ്ങുമ്പം ഒരു നടത്തിപ്പ് ഇതിനകത്ത് കാണുന്നു. കുറച്ച് നാളുകൾ ശത്രു ബ്ലോക്ക് ചെയ്ത ചില മേഖലയിലൂടെ ദൈവത്തിന് നിന്നെ നടത്താൻ ആഗ്രഹമുണ്ട്. നീ സ്റ്റക്കായെന്ന് പറഞ്ഞ ആ വിഷയത്തിനകത്ത്, നീ ബന്ധിക്കപ്പെട്ടെന്ന് പറഞ്ഞ ആ വിഷയത്തിനകത്ത്, നീ കെട്ടപ്പെട്ട് പോയി എന്ന് നാട്ടുകാർ പറഞ്ഞ ആ വിഷയത്തിൽ, നീ ഇല്ലായ്മപ്പെടുമെന്ന് പറഞ്ഞ വിഷയത്തിനകത്ത് എനിക്ക് നിന്നെ നടത്താൻ പ്ലാനുണ്ട്.